അപ്പം മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് ലാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, ഒന്നുകിൽ ഒരു ഖൈർ പഠിക്കണം, അല്ലെങ്കിൽ യുഅല്ലിമഹു പഠിപ്പിക്കണം. ഖൈറായ ഒരു കാര്യം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ അല്ലാതെ അവൻ പോകുന്നില്ല. അവൻ്റെ ഉദ്ദേശം എന്താണ്? പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു ഖൈർ അവിടെ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഖൈർ അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ നിയ്യത്തിലാണ് അവൻ വരുന്നത്, വേറെ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരുത്തൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ കാന ലഹു, അവനുണ്ട് കഅജ്രി ഹാജിൻ, ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമുണ്ട്. താമൻ ഹിജ്ജത്തുഹു, ഹിജ്ജത്തെന്നും പറയാം ഹജ്ജത്തെന്നും പറയാം. അവൻ്റെ ഹജ്ജ് പൂർണ്ണമായിട്ടുണ്ട്, അഥവാ പൂർണ്ണമായി ഹജ്ജ് പൂർത്തിയായി ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം അയാൾക്ക് കിട്ടും എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് റിവായത്ത് ചെയ്ത മുഹദ്ദിസ് ഇമാം തബറാനി, അബുൽ ഖാസിം സുലൈമാൻ ഇബ്നു അഹ്മദ് അത്തബറാനി, ഹിജ്റ 360 വഫാത്തായ പ്രമുഖനായ മുഹദ്ദിസാണ് അൽ ഇമാം അത്തബറാനി, അബു അൽ ഖാസിം സുലൈമാൻ ഇബ്നു അഹ്മദ് അത്തബറാനി. എത്ര മഹത്തരമായ പ്രതിഫലമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ റുക്നുൽ ഖാമിസ് മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിലെ 5ാമത്തെ സ്തംഭമാണ്, 5 സ്തംഭങ്ങളിൽ 5ാമത്തേതാണ്. അതിന് കൃത്യമായൊരു സമയമുണ്ട് അല്ലേ? അഷ്ഹുറുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതാ? അതിൽ പ്രത്യേകമായ സമയമുണ്ട്, പ്രത്യേകമായ സ്ഥലമുണ്ട്. അത് കഴിവുള്ള ആളുകൾ അവർക്ക് നിർബന്ധമാണ്, അത് നമ്മൾ ധൃതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജലു ഇലൽ ഹജ്ജ്, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, അതൊക്കെ ഹദീസിൽ കാണാം. മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൃതി കാണിക്കട്ടെ, പെട്ടെന്ന് ചെയ്യണം ഹജ്ജ്. ഒരാൾക്ക് സാമ്പത്തികമായി ശേഷിയുണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം, അത് വൈകിപ്പിക്കരുത്. തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണം, കാരണം എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹജ്ജിൻ്റെ കാര്യം. എന്നാൽ അത് വർഷത്തിൽ ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലം നമ്മൾക്ക് ദിനേന എന്നോണം പല സന്ദർഭത്തിൽ നേടിയെടുക്കാനുള്ള അവസരം അല്ലാഹു തആല നമുക്ക് തന്നു. നിഅമത്താണ്, വലിയ നിഅമത്താണ്. എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇനി ഹജ്ജ് ചെയ്യുന്ന പറ്റിയ ആളുകൾക്ക് തന്നെ എല്ലാ മാസവും ഹജ്ജില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹജ്ജില്ല, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന പല കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? മസ്ജിദിൽ പോയി ദീൻ പഠിക്കുക, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി ആ ഉദ്ദേശത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുക, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക. അത്ര വലിയ കാര്യമാണ്. നമ്മൾക്ക് ഇതുപോലുള്ള ദർസിന് പള്ളിയിലൊക്കെ വരാൻ ഈ ഹദീസ് വലിയ പ്രചോദനമായിരിക്കണം. നമുക്ക് എന്തെങ്കിലും മടി വരുമ്പോൾ നമ്മളിത് ആലോചിക്കണം, അവിടെ പോയി ആ ലക്ഷ്യത്തിന് ഖൈർ പഠിക്കുക. എന്തെങ്കിലും ഒരു ഖൈറൻ എന്ന് പറഞ്ഞാൽ നക്കിറയാണ്, എന്തെങ്കിലും ഒരു ഖൈർ, അത് പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവന് ഒരു ഹജ്ജ്, പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. ഈ ഒരു നിയ്യത്തിൽ വന്നാൽ മതി. ഈ ഹദീസിനെ ശൈഖന വിശദീകരിച്ചത് കാണാം. ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, അവിടെ ഇഖ്ലാസിനെ അറിയിക്കുന്നുണ്ട്. ഖൈർ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ലാതെ അവൻ വന്നിട്ടില്ല. ആ ഉദ്ദേശത്തിൽ അവൻ പുറപ്പെട്ടാൽ തന്നെ, ആ പള്ളിയിൽ വന്നാൽ തന്നെ അവന് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇനി അവിടെ വന്നിട്ട് പള്ളിയിൽ അന്ന് ദർസില്ല, അല്ലെങ്കിൽ ഷെയ്ഖ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾ വന്നിട്ടില്ല എങ്കിൽ അയാൾക്കതിൻ്റെ കൂലിയുണ്ട്. കാരണം അയാൾ പഠിക്കണമെന്ന ലക്ഷ്യത്തിൽ അവിടെ പോയി, അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തിൽ ഒരാൾ വന്നു, ക്ലാസ്സിന് ഒരാളുമില്ല, ഒറ്റാളൊന്നും വന്നില്ല, അയാൾക്ക് ആ കൂലിയുണ്ട്. അതാണ് ഹദീസിൽ പറഞ്ഞത്. ഇനി അവിടെ പോയി വല്ലതും പഠിച്ചാലോ, ആ ലക്ഷ്യത്തിൽ വന്നാൽ തന്നെ ഹജ്ജിൻ്റെ കൂലി. ഇനി പഠിച്ചാലോ, ഷെയ്ഖ് നൂറുൻ അല നൂർ, അവിടെ പോയി എന്നുള്ളതിന് പുറമെ ആ ഇൽമ് അവന് കരസ്ഥമാക്കാനും കൂടി സാധിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെട്ട കാര്യമാണ്. നോക്ക്, നമ്മൾ എത്ര തന്നെ ഇത്തരം മസ്ജിദുകളിലുള്ള ദർസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് മാറ്റിവെച്ചാലും നമുക്ക് നഷ്ടമല്ല. അതാണ് ഈ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹിജ്ജതുഹു, പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക. ഇമാം ഹാക്കിമിൻ്റെയും ബൈഹഖിയുടെ റിവായത്തിൽ കഅജ്രി മുഅ്തമിരിൻ താമിൽ ഉംറ എന്നും പറഞ്ഞത് കാണാം.
ഒരാൾ രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ അവൻ പരിപൂർണമായ ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് ഒരാൾ പള്ളിയിലേക്ക് വൈകുന്നേരം പുറപ്പെട്ടാൽ അവന് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് എന്ന ഈ ഹദീസ് കൂടി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖൻ അത് പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ ഒരാൾ മസ്ജിദിലേക്ക് നന്മ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ഉദ്ദേശത്തിൽ വന്നാൽ അവന് ഹജ്ജിൻ്റെ കൂലി മാത്രമല്ല ഉംറയുടെ കൂലി കൂടി കിട്ടും എന്ന് ആ റിവായത്തനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഹദീസിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നിയ്യത്തനുസരിച്ചാണ്. അയാൾ നിയ്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഉംറൻ്റെ കൂലിയായിരിക്കും, അവൻ്റെ നിയ്യത്ത് മെച്ചപ്പെട്ടതാണെങ്കിൽ ഹജ്ജിൻ്റെ കൂലി കൂടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഖ്ലാസോടുകൂടി ഒരു നന്മ പഠിക്കണം പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ മസ്ജിദുകളിൽ നടക്കുന്ന ദർസ് ലക്ഷ്യം വെച്ച് നമ്മൾ പോയാൽ നമുക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ പള്ളിയിൽ പഠിക്കുക എന്ന ആ ഒരു നിയ്യത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, അയാൾ ഖൈർ പഠിക്കുക പഠിപ്പിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം ഒരാൾ പള്ളിയിലേക്ക് പഠിക്കണം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും നല്ല നിയ്യത്ത് വെക്കാൻ പാടുണ്ടോ? വെക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റെന്തൊക്കെ നല്ല നിയ്യത്തുകൾ അതിൻ്റെ കൂടെ വെക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഒരാൾ മസ്ജിദിലേക്ക് വരുമ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശം കൂടി അതിൻ്റെ കൂടെ വെച്ചു, അത് ഖൈറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റു നല്ല ഉദ്ദേശങ്ങളൊക്കെ അതിൻ്റെ കൂടെ വെക്കാം. പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ആ സമയത്ത് നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശം അത് ഈ ഹദീസിന് എതിരാകുകയില്ല. ഖൈർ പഠിക്കണം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രം വന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു നിയ്യത്തും നല്ല നിയ്യത്തും പാടില്ല എന്നതിൽ പെടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നല്ല നിയ്യത്തിൻ്റെ കൂടെ മറ്റു നല്ല കാര്യങ്ങൾ കൂടി അതിൽ ഉദ്ദേശിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരേ സമയം നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നോക്കി, നമ്മൾ മഗ്രിബിന് ശേഷം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അടുത്ത ഇശാ ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അത് നമുക്ക് നിയ്യത്താക്കാം. നന്മ പഠിക്കുക എന്നുള്ള നിയ്യത്ത്, അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ കൂലി. ചില പണ്ഡിതന്മാർ പറയും ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നിയ്യത്ത് വെക്കാൻ പറ്റുന്നിടത്ത് നമ്മളത് ശ്രദ്ധിക്കണം. നിയ്യത്ത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ മസ്ജിദിൽ വന്ന് പഠിക്കുക എന്നതിന് വേറെയും ഒരുപാട് ശ്രേഷ്ഠത. ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മസ്ജിദിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. മസ്ജിദിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. പള്ളിയിൽ ഒന്ന് ദീന് പഠിക്കാൻ നമുക്കിതിൻ്റെയൊക്കെ വലുപ്പം മനസ്സിലായി മരിച്ചു കഴിഞ്ഞ് നമ്മൾ നാളെ നമ്മളെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. പള്ളിയിലിരുന്ന് പഠിക്കുക, നമ്മൾ കേട്ട ഹദീസായിരുന്നു ഒരു പക്ഷേ നമുക്കത് ഇങ്ങനെയുള്ള ദർസുകളിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് ഇത് പ്രചോദനമാകണം. അല്ലെങ്കിൽ നമ്മളത് ചില ഹദീസുകൾ നമ്മൾക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കൂടുതൽ ആവേശം ഉണ്ടാകും. ഉഖ്ബത്ത് ഇബ്നു ആമിർ